പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഏപ്രിൽ മാസം 4-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്ത് നോക്കി, ആ കൈകളൊക്കെ ഒന്ന് ഉയർത്തിയിട്ട് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് കഴിഞ്ഞ പകൽക്കാലം അത്ഭുതകരമായി നടത്തിയ കർത്താവിന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന കർത്താവിന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ശ്രേഷ്ഠമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം. അപ്പോൾ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, 34-ാം സങ്കീർത്തനം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, കർത്താവിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ആമേൻ. 3-ാമത്തെ വാക്യം, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക. അത് ഈ പ്രഭാതത്തിൽ എന്നോട് ചേർന്ന് കർത്താവിനെ ഉയർത്തുവാൻ എത്ര പേരുണ്ട്? നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി പറഞ്ഞ്, യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ പറഞ്ഞാണ്ട്, യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്നുകൂടെ ഉയർത്തിക്ക്. ആമേൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ മേൽ ദൈവത്തിൻ്റെ മഹിമ വെളിപ്പെടട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടട്ടെ, അത്ഭുതകരമായ ദൈവകൃപ ഇവരുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. ഇവരുടെ സന്തോഷത്തിന് എതിരായി നിൽക്കുന്ന, ഇവരുടെ സമാധാനത്തിന് എതിരായി നിൽക്കുന്നതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവിക സന്തോഷത്താൽ ഇവർ നിറയട്ടെ, ദൈവിക സമാധാനത്താൽ ഇവർ നിറയട്ടെ, ദൈവിക സ്വസ്ഥതയാൽ ഇവർ നിറയട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ കൂട്ടമായി സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുവാൻ കൽപ്പിക്കുന്നു. ആമേൻ. അത്ഭുതകരമായ സൗഖ്യമുണ്ടാകട്ടെ. നാളുകളായി നിൽക്കുന്ന ചുമ, അതുപോലെ തന്നെ പനി, ആമേൻ ആമേൻ, ആ സൈനസിൻ്റെ പ്രോബ്ലംസ് ഇപ്പോൾ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. പൂർണ്ണ വിടുതൽ തന്നെ കുഞ്ഞുങ്ങൾ പ്രാപിക്കട്ടെ. അതുപോലെ കാലിൻ്റെ പുറകിലുള്ള വേദന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് വലത്ത് കാലിൻ്റെ ബാക്ക് സൈഡിലുള്ള പെയിൻ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. എക്സാംസിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവിക ജ്ഞാനവും ബുദ്ധിയും വെളിപ്പെടട്ടെ. റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ വിജയം കൊടുത്ത് അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഏപ്രിൽ മാസം തീരുന്നതിന് മുമ്പ് അവർക്ക് ജോലി ലഭിക്കട്ടെ. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു മിറക്കിൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഒരു പ്രൊമോഷൻ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഏപ്രിൽ മാസം 30-ാം തീയതി ആകുന്നതിന് മുമ്പ് യേശുവിൻ്റെ നാമത്തിൽ ജോലിയിൽ അത്ഭുതം സംഭവിക്കട്ടെ, പ്രൊമോഷനുകൾ ലഭിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം. വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനും ഒരു തുടക്കം കുറിക്കുന്ന മാസമായി ഏപ്രിൽ മാസം മാറട്ടെ. അങ്ങനെ അത്ഭുത പ്രവൃത്തി നടന്നിരിക്കുന്നതിന് നന്ദി. കർത്താവ് ചെയ്ത പ്രവൃത്തികൾക്ക് സ്തോത്രം. കർത്താവിൻ്റെ മഹിമ വെളിപ്പെടുന്നതിന് നന്ദി. യേശുവിൻ്റെ രക്തത്താൽ മറയ്ക്കുന്നു. പ്രത്യേകിച്ച് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസിദാസന്മാരെ അനുഗ്രഹിക്കുന്നു. മിഡിൽ ഈസ്റ്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സഭായോഗം ഒരു വലിയ ഉണർവിൻ്റെ സഭായോഗമായി മാറട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ. ആമേൻ ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ മോർണിംഗ് മെസ്സേജുകൾ അനുഗ്രഹമാകുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ആമേൻ, നിങ്ങൾ മറ്റുള്ളവരെ കൂടെ അറിയിക്കുക, അവർക്കൂടെ ഈ മോർണിംഗ് മെസ്സേജ് അയച്ചു കൊടുക്കുക. 2, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും ആമേൻ പ്രത്യേകമായ
രോഗങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥനാ വിഷയങ്ങളോ ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മോർണിംഗ് മെസ്സേജിലൂടെ ലഭിക്കുന്ന അത്ഭുതങ്ങൾ അറിയിച്ചാൽ അത് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കാരണമായി തീരും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ ഒക്കെയും മടങ്ങുകയും ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും, അതായത് സ്വർഗമായാലും ഭൂമിയായാലും അധോലോകം ഭൂമിക്കടിയിലായാലും അപ്പം എല്ലാവരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന നാമമെന്ന് പറയുന്നത് യേശുവിൻ്റെ നാമമാണ്. അപ്പം എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിൻ്റെ നാമമാണ്. ഇന്ന് പ്രഭാതത്തിൽ ആ യേശു ക്രിസ്തുവിൻ്റെ നാമം നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഏത് നാമത്തെയും ക്കാളും വലുത് ക്രിസ്തുവിൻ്റെ നാമം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾക്കായാലും രോഗങ്ങൾക്കായാലും എല്ലാത്തിനും ഒരു പേരുണ്ട്. ആ പേരുകളൊക്കെ ആ പേരുകൾ മടങ്ങും എപ്പോൾ നമ്മൾ യേശുവിൻ്റെ നാമം കൽപ്പിക്കുമ്പോൾ. നമുക്കറിയാം, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, നിങ്ങൾ എൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കും എന്ന് കർത്താവ് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോസ്തലപ്രവൃത്തി ആരംഭിക്കുമ്പോൾ ആമേൻ യേശു ക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിച്ച് അപ്പോസ്തലന്മാർ അസാധാരണമായ പ്രവൃത്തികൾ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് പ്രഭാതത്തിലും യേശു ക്രിസ്തുവിൻ്റെ നാമം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത്ഭുതമായ പ്രവൃത്തികൾ കാണാൻ കഴിയും. ആമേൻ. വർഷങ്ങളായി ആമേൻ സുന്ദരൻ ഗോപുരത്തിങ്കൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന ആ മനുഷ്യൻ യേശു ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ ജന്മനാ വൈകല്യമുള്ളവൻ, ജന്മനാ തളർന്നു പോയവൻ, എഴുന്നേൽക്കുവാൻ കഴിയാതിരിക്കുന്നവൻ യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്കുവാൻ അപ്പോസ്തലന്മാർ കൽപ്പിക്കുമ്പോൾ എഴുന്നേറ്റ് വരുന്ന നമുക്ക് കാണാൻ കഴിയും. എന്ന് വെച്ചാൽ വർഷങ്ങളായി ഒരു കാരണവശാലും ഈ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുവാൻ അനുവദിക്കാതെ നിന്ന ആ രോഗത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ മുട്ടുമടക്കി ഈ മനുഷ്യൻ ചാടി എഴുന്നേൽക്കുവാൻ ഇടവന്നു. ഇന്ന് പ്രഭാതത്തിൽ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ നാമം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള വിഷയം എന്ത് തന്നെയാണെങ്കിലും അത് പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ആ അധികാരമുള്ള നാമം ഉപയോഗിക്കുക. അപ്പം ഈ യേശുവിൻ്റെ നാമം പറഞ്ഞ് അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ ഈ തളർന്നു പോയ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുമ്പോൾ ആളുകൾ അപ്പോസ്തലന്മാരോട് ചോദിക്കുന്നു, ഇതെന്തുവാ. ഉടനെ അവർ പറയുന്നൊരു കാര്യമുണ്ട്. അവൻ്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ ഈ മനുഷ്യനെ നടക്കുമാറാക്കി എഴുന്നേൽക്കുമാറാക്കി എന്നാണ് പറഞ്ഞ്. അതുപോലെ ഇന്ന് പ്രഭാതത്തിലും ഈ നാമം നമ്മുടെ കയ്യിലുണ്ട്. അന്ന് അപ്പോസ്തലന്മാർ ഉപയോഗിച്ച അതേ നാമം ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുക. നിങ്ങളുടെ മുമ്പിൽ എന്തു വിഷയങ്ങൾ വരുമ്പോഴും പ്രിയപ്പെട്ടവരെ, ഈ നാമം ഒന്ന് ഉപയോഗിച്ച് നോക്കിയേ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. ആ നാമം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. രോഗമുണ്ടോ, കൈവച്ചിട്ട് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാൻ കൽപ്പിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടോ, നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകുവാൻ കൽപ്പിക്കുക. ജീവിതത്തിൽ കുടുംബത്തിനകത്ത് എന്തെങ്കിലും വിഷയങ്ങളാണോ, അത് നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകുവാൻ കൽപ്പിക്കുക. അങ്ങനെ നിങ്ങൾ കൽപ്പിക്കുമ്പോൾ, വിശ്വാസത്തോടെ കൽപ്പിക്കുമ്പോൾ, അതെത്ര വലിയ മലയായാലും അതെത്ര വലിയ പ്രശ്നമായാലും അത് മാറിപ്പോകുമെന്നുള്ളത് തിരുവെഴുത്തായതുകൊണ്ട് ദൈവമൈതലേ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുമ്പോൾ ഉറപ്പിക്കുക, ധൈര്യത്തോടെ പറയുക, ഈ നാമത്തിൽ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. ധൈര്യമായിട്ട് ഈ നാമത്തെ ഉപയോഗിക്കുക, അത്ഭുതങ്ങളെ കാണുക. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിലും ദൈവം നിങ്ങൾക്ക് തരുന്ന അവസരങ്ങളെ ഉപയോഗിക്കുക. ഈ നാമത്തിൽ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നിങ്ങൾ മാറ്റുക, അവരുടെ ജീവിതത്തിലെ രോഗങ്ങളെ സൗഖ്യമാക്കുക. അതുകൊണ്ട് ഉപയോഗിക്കുക യേശുവിൻ്റെ നാമത്തെ, അത്ഭുതങ്ങളെ കാണുക. ഉപയോഗിക്കുക യേശുവിൻ്റെ നാമത്തെ വിശ്വാസത്താൽ അത്ഭുതത്തെ നിങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും കാണുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ നാമം ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്ന അത്ഭുതങ്ങൾ, നിങ്ങളിലൂടെ നടക്കാൻ പോകുന്ന അതിശയങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അത് കേൾക്കുവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങൾ ഈ നാമം ഉപയോഗിച്ച് എന്തൊക്കെ അത്ഭുതങ്ങളാണോ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്, എന്തൊക്കെ വിടുതലുകളാണോ നിങ്ങളിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടക്കുന്നത്, ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യൂസ് ദ നെയിം ഓഫ് ജീസസ് ആൻഡ് സീ ദ മിറക്കിൾ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശ
ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നമ്മൾ മാറും. ആ കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.